ഗസയ്ക്ക് പുതുയുഗ പിറവിയൊരുക്കാനുള്ള നീക്കത്തിലാണ് അറബ് രാജ്യങ്ങൾ. ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ പദ്ധതിയും തയ്യാറാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഗസയുടെ ഭരണത്തിൽ നിന്ന് ഹമാസിനെ നീക്കുന്നു എന്നതാണ്. അതായത് നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം ഗസയിൽ അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം കൊണ്ടുവരുമെന്നതാണ് പുതിയ പദ്ധതി. ഫലസ്തീനെ സ്വതന്ത്രമാക്കാൻ സായുധ കലാപങ്ങൾ നയിക്കാനായി ഇസദ്ദീൻ അൽ ഖസം ബ്രിഗേഡ് എന്നൊരു പട്ടാള സംഘം ഹമാസിനുണ്ട്. എന്നാൽ പുതുയുഗ ഗസയ്ക്ക് ഇതും ആവശ്യമില്ല. പുനർനിർമ്മാണം ഏറ്റെടുക്കുന്ന രാജ്യങ്ങളുടെ തന്നെ പോലീസ് സൈനിക സംവിധാനവും ഗസയിലുണ്ടാകുമെന്നാണ് വിവരം. ചുരുക്കത്തിൽ ഗസ പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ സ്വതന്ത്ര പലസ്തീൻ വാദവുമായി രംഗത്തുണ്ടായിരുന്ന പ്രസ്ഥാനം ഓർമ്മയാകും. ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്ന അർത്ഥം വരുന്ന ഹർക്കത്തുൽ മുഖാവാമ അൽ ഇസ്ലാമിയ എന്നതിൻ്റെ ചുരുക്കമാണ് ഹമാസ്. പലസ്തീൻ പ്രദേശമായ 365 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗസ മുനമ്പിൻ്റെ രാഷ്ട്രീയ അധികാരം ഹമാസിൻ്റെ കൈവശമായിരുന്നു. ഹമാസ് എന്നാൽ ഒരു സംഘടനയല്ല, നിരവധി പ്രാദേശിക സഖ്യ സംഘടനകളുടെ ഭാഗമാണ് ഹമാസ്. മിഡിൽ ഈസ്റ്റിനോടും ഇസ്രായേലിനോടുമുള്ള US നയങ്ങളെ എതിർക്കുന്ന ലെബനനിലെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹിസ്ബുള്ള, ഇറാൻ, സിറിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക സഖ്യത്തിൻ്റെ ഭാഗമാണിവർ. പലസ്തീനിലെ രണ്ടാമത്തെ വലിയ സായുധ സംഘമായ ഇസ്ലാമിസ്റ്റ് ജിഹാദും ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാനായി ഹമാസുമായി കൈകോർക്കാനുണ്ട്. ഗസയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കിടയിൽ സൈനിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ജോയിൻറ്റ് ഓപ്പറേഷൻ റൂമിലെ സജീവ സാന്നിധ്യമാണിവർ. ഹമാസിനെ മാറ്റി നിർത്താൻ പദ്ധതി തയ്യാറാക്കിയ ഈജിപ്തുമായും സംഘടനയ്ക്ക് മാതൃബന്ധമാണുള്ളത്. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയുടെ ശാഖയായാണ് ഹമാസിൻ്റെ തുടക്കം. എന്നാൽ ഈ ബന്ധം നിലനിർത്താൻ ഈജിപ്ത് തയ്യാറല്ല. അതിൻ്റെ കാരണവും ഗസ തന്നെയാണ്. ഗസയുടെ പുനർനിർമ്മാണത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിലാണ് ഈജിപ്ത് പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതായത് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നുള്ള ഫണ്ട് മാത്രം പോരാ. അങ്ങനെ വരുമ്പോൾ ഹമാസിനെ മാറ്റി നിർത്തിയേ മതിയാവൂ. കാരണം ഹമാസ് സംഘടനയെയും ഹമാസിൻ്റെ സായുധ സംഘത്തെയും യൂറോപ്യൻ യൂണിയൻ, കാനഡ, ജപ്പാൻ എന്നിവർ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര സമൂഹം പലസ്തീൻ ജനതയുടെ ഔദ്യോഗിക പ്രതിനിധികളായി അംഗീകരിച്ചിട്ടുള്ളത് പലസ്തീൻ നാഷണലിസ്റ്റ് സഖ്യമായ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെയാണ്. പലസ്തീൻ അതോറിറ്റിയുടെയും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെയും തലവനായ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ വിശ്വസ്തരായ ഫത സേനയ്ക്കെതിരായ ഹ്രസ്വ യുദ്ധത്തിന് ശേഷം 2007 മുതലാണ് ഹമാസ് ഗസ മുനമ്പിൻ്റെ അധികാരം കൈയാളുന്നത്. ഇതെല്ലാം പരിഗണിച്ചാണ് ഈജിപ്തിൻ്റെ നീക്കമെന്ന് ചുരുക്കം. പോരാത്തതിന് ദശകങ്ങളോളം ഹമാസിൻ്റെ മുഖവും മസ്തിഷ്കവുമായിരുന്ന നേതൃനിര ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി. സ്ഥാപക നേതാക്കളിൽ അധികമാരും ഇനി ജീവിച്ചിരിപ്പുമില്ല. 4 പതിറ്റാണ്ടിലേക്കടുക്കുന്ന പ്രവർത്തന ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ പ്രതിസന്ധിക്ക് മുന്നിലാണ് അവരിപ്പോഴെന്നും ഈജിപ്തിനറിയാം. ഹമാസ് നേതൃത്വത്തെ തുടച്ചു നീക്കുക, അവരുടെ സായുധശേഷി ഇല്ലാതാക്കുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുള്ള ഇസ്രായേലിന് വീണ്ടും ഒരു അവസരം സൃഷ്ടിക്കാതിരിക്കുക എന്നിവയും ഈജിപ്ത് പരിഗണിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. അതേസമയം 2023 ഒക്ടോബർ 7 ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം അവസാനിപ്പിച്ച് സ്ഥിരമായ സമാധാനം പുനഃസ്ഥാപിച്ചതിന് ശേഷമാണോ പദ്ധതി നടപ്പാക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കൂടാതെ ഗസ പുനർനിർമ്മാണത്തിൻ്റെ ചെലവ് ആര് വഹിക്കുമെന്നതിനെക്കുറിച്ചും ബദൽ പദ്ധതിയുടെ കരടിൽ ഈജിപ്ത് പരാമർശിക്കുന്നില്ല. ഹമാസിനെ മാറ്റി നിർത്തി ഗസയുടെ ഭരണനിർവഹണം എങ്ങനെ സാധ്യമാകുമെന്നതും ഈജിപ്തിൻ്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ എന്നതും റിപ്പോർട്ടിൽ വ്യക്തമല്ല.